ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? താൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വം എന്തു തെറ്റ് ചെയ്താലും പിന്തുണയ്ക്കേണ്ടി വരുന്ന പരമ്പരാഗത വോട്ടർമാരെക്കാളും രാഷ്ട്രീയ പ്രവർത്തകരുടെ പ്രവർത്തനം നോക്കി വിലയിരുത്തി വോട്ട് ചെയ്യുന്ന രാഷ്ട്രബോധമുള്ള ജനങ്ങളെയാണ് രാജ്യനന്മയ്ക്കും ജനാധിപത്യം കാത്തുസൂക്ഷിക്കുവാനും ആവശ്യമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ജോണി ചെക്കിട്ട. ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അതിയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ കരിങ്കുളം ബ്ലോക്ക് ഡിവിഷനിൽ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നക്ഷത്രമടയാളത്തിൽ മത്സരിക്കുന്ന വിവരം സസന്തോഷം ഏവരെയും അറിയിക്കുന്നു. എൻ്റെ ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ വളരെ പ്രശസ്തരായ വ്യക്തികളോടൊപ്പം മത്സരിക്കുവാൻ സാധിച്ചതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി ഞാൻ വിവിധ യുവജന പ്രസ്ഥാനങ്ങളിലൂടെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളെക്കാളധികമായി ഈ കാലയളവിൽ മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എന്നെ ഒരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ സർക്കാരിൻ്റെ ഫണ്ടുപയോഗിച്ച് നമ്മുടെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കുവാൻ എന്നെക്കൊണ്ട് സാധിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. വലിയ വാഗ്ദാനങ്ങളൊന്നും ഞാൻ നൽകുന്നില്ല. ഞാൻ എപ്പോഴും ഒരു ജനപ്രതിനിധിയായി നിങ്ങളോടൊപ്പം ഉണ്ടാകും. ജനപ്രതിനിധി എന്നതിനേക്കാൾ നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളായി നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും എന്ന ഉറപ്പ് ഈ അവസരത്തിൽ ഞാൻ നൽകുന്നു. നിങ്ങൾ എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ എന്നെ കാണുവാൻ നിങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് വിസിറ്റിംഗ് വിസ എടുത്ത് വരേണ്ടതില്ല. തിരുവനന്തപുരത്തെ ഏതെങ്കിലും സ്ഥാപനത്തിന് മുമ്പിൽ എന്നെ കാത്തു നിൽക്കേണ്ട. ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പം ഒരു വെളിപ്പുറത്തുണ്ടാകും. നമ്മുടെ ജനങ്ങളുടെ ഇടയിലെ ശബ്ദമില്ലാത്തവന്റെ ശബ്ദമായി മാറുകയാണ് എൻ്റെ ലക്ഷ്യം. ഖദറിടുന്നതാണ് ഒരു രാഷ്ട്രീയക്കാരൻ്റെ ലക്ഷണമെങ്കിൽ ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല. ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടുന്നതാണ് ഒരു രാഷ്ട്രീയക്കാരൻ്റെ ലക്ഷണമെങ്കിൽ ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല. എന്നാൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവർ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ മനസ്സിലാക്കി അവർക്കായി പ്രവർത്തിക്കുകയാണ് ഒരു രാഷ്ട്രീയക്കാരൻ്റെ ലക്ഷണമെങ്കിൽ അതെ, ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്. ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും സഹായമില്ലാതെ സ്വതന്ത്രനായി മത്സരിക്കുന്നതിനാൽ ഒരുപക്ഷെ നിങ്ങളെയൊക്കെ നേരിൽ കാണാൻ സമയക്കുറവ് മൂലം എത്തിച്ചേരുവാൻ സാധിച്ചിട്ടുണ്ടാവില്ല എന്ന് ഖേദപൂർവ്വം അറിയിക്കുന്നു. എന്നാലും പരമാവധി എല്ലായിടത്തും എത്തിച്ചേരുവാൻ ശ്രമിച്ചിട്ടുണ്ട്. ബേഡൻ പവൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: ഈ ഭൂമിയിൽ നിങ്ങൾ വന്നപ്പോഴുള്ളതിനേക്കാൾ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ട് വേണം ഇവിടെ നിന്നും പോകുവാൻ. ആ ഒരു മാറ്റം ഈ തെരഞ്ഞെടുപ്പിലൂടെയാകട്ടെ. പാരമ്പര്യ പാർട്ടി പ്രവർത്തകർ തങ്ങളുടെ ചിഹ്നം കണ്ടാൽ സ്ഥാനാർത്ഥിയുടെ കഴിവ് നോക്കാതെ തങ്ങളുടെ പാർട്ടി ചിഹ്നങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തി തങ്ങളെ വിജയിപ്പിക്കും എന്ന വ്യാമോഹത്താൽ ഇവിടെ കെട്ടിയിറക്കപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് മറുപടി കൊടുക്കുന്ന തരത്തിലാകട്ടെ നിങ്ങളുടെ വോട്ട്. തൻ്റെ മാത്രം രാഷ്ട്രീയ ഭാവി അരക്കിട്ടുറപ്പിക്കുവാൻ, തനിക്കൊരു പ്ലാറ്റ്ഫോം നിർമ്മിക്കുവാൻ മാത്രം മത്സരിക്കുന്നവർക്ക് ഒരു മറുപടി നൽകുന്നതാകട്ടെ ഇത്തവണത്തെ നമ്മുടെ വോട്ട്. എനിക്ക് തന്നെ വോട്ട് നൽകണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ ഓരോ സ്ഥാനാർത്ഥികളെയും വിലയിരുത്തണം. എന്നെക്കുറിച്ചും നിങ്ങൾ അന്വേഷിക്കണം. അതിനുശേഷം ഒരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ എങ്കിൽ മാത്രം യുവത്വം ജ്വലിക്കുമ്പോൾ ജനാധിപത്യം വിജയിക്കും എന്ന് വിശ്വസിക്കുന്ന എനിക്ക് നക്ഷത്രമടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണം എന്നപേക്ഷിക്കുന്നു. ഞാൻ ഇന്നത്തെ യുവത്വത്തിൻ്റെ പ്രതീകമാണ്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. നിങ്ങളുടെ ഒരു മകനായി, സഹോദരനായി, സുഹൃത്തായി കാണുവാൻ കഴിയുമെങ്കിൽ നക്ഷത്രമടയാളത്തിൽ എനിക്ക് വോട്ട് നൽകി എന്നെ വിജയിപ്പിക്കൂ. മദ്യവും പണവും പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ എനിക്ക് വോട്ടിടാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ദയവ് ചെയ്ത് ആ വോട്ടുകൾ എനിക്ക് നൽകരുത് എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കാരണം മദ്യവും പണവും നൽകിയാണ് ഞാൻ വോട്ട് നേടുന്നതെങ്കിൽ ഞാൻ നിങ്ങളെ തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും നിങ്ങൾക്കെന്നെ കുറ്റം പറയുവാൻ കഴിയില്ല. കാരണം ഞാൻ വോട്ടിന് കൂലി നൽകിക്കഴിഞ്ഞല്ലോ. ഇത് അഹങ്കാരത്തിന്റെ വാക്കുകളല്ല, മറിച്ച് ജനങ്ങൾക്കായി പ്രവർത്തിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ വാക്കുകളാണ്. ഞാൻ യുവത്വത്തിന്റെ പ്രതീകം. നിങ്ങളില്ലാതെ ഞങ്ങളില്ല, ഞങ്ങളില്ലാതെ നാളെയില്ല. ആയതിനാൽ നല്ലൊരു നാളെയെ പടുത്തുയർത്തുവാൻ, അതിയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അകത്തളങ്ങളിൽ നിങ്ങളുടെ ശബ്ദമായി മാറുവാൻ, കരിങ്കുളം ബ്ലോക്ക് ഡിവിഷനിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് നക്ഷത്രമടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.